അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ കഴിഞ്ഞ കുറേ ദിവസമായി പടർന്നു പിടിച്ച കാട്ടുതീ അതിനെ പൂർണ്ണമായ ഒരു ശമനമുണ്ടാക്കാൻ ഇപ്പോഴും അമേരിക്കൻ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടേയില്ല. ആയിരക്കണക്കിന് വീടുകൾ കത്തിപ്പോകുന്നു. വലിയ തോതിലുള്ള കോടാനുകോടി രൂപയുടെ നഷ്ടം അവിടെ സംഭവിക്കുന്നു. ഇപ്പോഴും നാശം വിതയ്ക്കുന്ന രീതിയിൽ അവിടെ കൊടുങ്കാറ്റും എല്ലാമുള്ള ഒരു ഭീതി നിറഞ്ഞ അവസ്ഥയാണ് അവിടെ തങ്ങി നിൽക്കുന്നത്. അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം, ഹോളിവുഡും വലിയ വലിയ സ്റ്റുഡിയോകളും ഉൾപ്പെടുന്ന ലോകത്തിന്റെ എന്റർടൈൻമെന്റ് ക്യാപിറ്റൽ എന്ന വിളിപ്പേരുള്ള സിറ്റി ഓഫ് ഏഞ്ചൽസ് എന്ന് വിളിക്കപ്പെടുന്ന ലോസ് ഏഞ്ചൽസ് നഗരം ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് കത്തിപ്പടരുന്ന തീയുമായി ബന്ധപ്പെട്ടിട്ടാണ്. 2025 ജനുവരി മാസം 7-ാം തീയതി വന്ന ഈ ഒരു തീപിടുത്തത്തിൽ ഏകദേശം 40,000-ഓളം ഏക്കർ സ്ഥലങ്ങളാണ് ഈ തീപിടുത്തത്തിന് ഇരയായത്. 2 ലക്ഷത്തോളം ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഇപ്പോഴും ഇവാക്യുവേഷൻ വാണിങ്ങിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തീപിടുത്തത്തിൽ മുഴുവൻ നഷ്ടം 130 മുതൽ 150 ബില്യൺ വരാമെന്നുള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ തന്നെ ഒരു 6 മുതൽ 8 മണിക്കൂർ അവിടെ വലിയൊരു വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. റെഡ് ഫ്ലാഗ് ഇതിനകം അറിയിച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവിടെയുള്ള അഗ്നി പല സ്ഥലങ്ങളിലേക്കും വ്യാപിക്കാമെന്നുള്ള ഒരു ഭീതിയിലാണ് ഇപ്പോഴും അവിടെയുള്ള ജനങ്ങൾ ജീവിക്കുന്നത്. കൂടാതെ മറ്റൊരു മുന്നറിയിപ്പ് വന്നത് ഇതോടുകൂടി അവസാനിക്കുന്നേയില്ല. അടുത്ത ആഴ്ച മുതൽ ജനുവരി 22-ാം തീയതി മുതൽ വീണ്ടും ഇതുപോലെ സമാനമായ കാറ്റ് വീശുമെന്നും പറയുന്നു. ലോസ് ഏഞ്ചലസിന്റെ പ്രധാനമായും കാലിഫോർണിയയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു 2 അഗ്നിയുടെ പേര് പറയുന്നുണ്ട്. അത് വളരെ ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. നിലവിലൂടെ എന്തൊക്കെ സംഭവിക്കുന്നുവെന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് വിശദമായി അറിയാം. ജനുവരി 22 മുതൽ 25 വരെ തീർച്ചയായും ഇതേ രീതിയിലുള്ള അഗ്നി വരാനുള്ള സാധ്യത അധികമാണ്. അതിനാൽ ആ സമയത്ത് ജനങ്ങൾ എല്ലാവരും വളരെ ജാഗ്രതാപൂർവം ഇരിക്കണം. ഫയർ ഫൈറ്റേഴ്സ് എല്ലാം തയ്യാറായിരിക്കണം. ചെറിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു കാര്യവും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് ധാരാളം ഇലക്ട്രിക് ഷട്ട്ഡൗൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് വീടുകളിലെ ജനങ്ങളെ താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ പോലും 6 മില്യണിലധികം മനുഷ്യർ ഈ ഒരു തീപിടുത്തം കാരണം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. സമ്പന്നർ, ദരിദ്രർ, ഇങ്ങനെ എല്ലാ വിഭാഗത്തിലുമുള്ളവർ ഇങ്ങനെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറാവുന്ന അവസ്ഥയിലാണ് പല ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ സ്വന്തം വീടുകളെ അവിടെയുള്ള ചിലർ വന്ന് നോക്കുന്നുണ്ട്. നിലവിൽ അവിടെയുള്ള സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടി അവിടെ താമസിച്ചിരുന്ന ചിലർ അവിടെ വന്ന് നോക്കുന്നുണ്ട്. സ്വന്തം വീടുണ്ടായിരുന്ന സ്ഥലത്ത് ചാരം മാത്രം ബാക്കിയാക്കിയ ഒരവസ്ഥയാണ് അവരെ കൊണ്ടപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. പലർക്കും അവിടെ വരുന്ന സംശയം, തങ്ങളുടെ സ്ഥലം തങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ഇത്ര ഏക്കർ ഉണ്ട്, ഇത്ര സെന്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഇനി അളന്ന് തിട്ടപ്പെടുത്തേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ യാതൊരു സാഹചര്യവും വരാനുള്ള സാധ്യതയില്ല. എല്ലാവർക്കും അവരവരുടെ വീടും ബോർഡറും എല്ലാം കൃത്യമായി അറിയാവുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ലോസ് ഏഞ്ചൽസിനെ പുനർനിർമ്മിക്കണം എന്നുള്ള ഉറപ്പും അവിടെയുള്ള ആളുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അവിടെയുള്ള ജനങ്ങൾ ഒരു അപകട സ്ഥിതിയിൽ തന്നെയാണ് ഉള്ളത്. കാരണം ഈ കഴിഞ്ഞ 6 ദിവസം മാത്രമല്ല, അടുത്ത 2 ആഴ്ച ജനുവരി 22 മുതൽ 25 വരെ ആവശ്യമായ ഫയർ ഫൈറ്റേഴ്സ് ഇവരെല്ലാം അവിടെ ഉണ്ടാകണം. ഇനി ഈ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം ആവശ്യമായ അഗ്നിശമന സേന അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് അവിടെയും പല പൊരുത്തക്കേടുകളാണ് സംഭവിക്കുന്നത്. പല മാസങ്ങൾക്ക് മുൻപ് തന്നെ ഫയർ ഫൈറ്റേഴ്സിന്റെ എണ്ണം അവിടെ വളരെ കുറവായിരുന്നു. ഈ കാലിഫോർണിയ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ വർഷവും ഇങ്ങനെയുള്ള സമാനമായ തീപിടുത്തങ്ങളൊക്കെ നടക്കാറുള്ളതാണ്. ഒരു ദിവസം വന്നു, അടുത്ത ദിവസം വന്നില്ല, ഇനി അടുത്ത വർഷമേ വരൂ, 100 വർഷത്തിന് ശേഷമേ വരൂ, അങ്ങനെയൊന്നും തന്നെയല്ല. എല്ലാ വർഷവും കാലിഫോർണിയ പ്രവിശ്യയിൽ തീർച്ചയായും ഒരു വലിയ രീതിയിലുള്ള കാട്ടുതീ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഗ്നിശമന സേനാംഗങ്ങൾ എപ്പോഴും അവിടെ അലേർട്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവരുടെ എണ്ണവും അവിടെ വളരെ കുറവാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ വരൾച്ച ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അവിടെ ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ വലിയൊരു തീപിടുത്തമായി മാറും. അത് അണയ്ക്കാൻ ആവശ്യമായ അഗ്നിശമന സേന അംഗങ്ങൾ പോലും ആ ഒരു പ്രദേശത്തില്ല. അതിനാൽ ഏറെ കാലമായി ഇങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നുള്ള പല അഭ്യർത്ഥനകൾ വെച്ചിട്ട് കൂടിയും ആ മാനേജ്മെന്റ് അത് ശരിയായി കേൾക്കുക പോലും ചെയ്തില്ല. ഇതാണ് വലിയൊരു കാരണമായി പറയപ്പെടുന്നത്. ഇനി ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം അഗ്നിശമന സേനാംഗങ്ങൾ വന്ന എന്ത് പ്രയോജനം എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ സാഹചര്യങ്ങളുള്ളത്. ഇപ്പോൾ ഒരുപാട് പേർ കഷ്ടപ്പെടാൻ കാരണവും അതുതന്നെയാണ്. ഇനി ഈ ഫയർ ഫൈറ്റേഴ്സ് ഗവൺമെന്റ് ബേസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള സംഘടനകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വോളണ്ടിയേഴ്സായി ഞങ്ങൾ തന്നെ വന്ന് തീ അണയ്ക്കാം എന്നൊക്കെ പറയുന്നവരുണ്ട്.
എന്നാൽ അവിടെ പ്രൈവറ്റ് ഫയർ ഫൈറ്റേഴ്സ് ഉണ്ട്. എന്നാൽ ഇവർ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവിടെയുള്ള സമ്പന്നരുടെ വീടുകളെ മാത്രമാണ്. ഇതിനുവേണ്ടി ഒരുപാട് ഏജൻസി ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായോ, ഞങ്ങളെ വിളിക്കുക, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ വന്ന് തീ അണച്ചു തരാം, ഇങ്ങനെയുള്ള രീതിയിൽ പല പരസ്യങ്ങൾ പോലും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അഭിപ്രായത്തോട് പല പ്രൈവറ്റ് ഫയർ ഫൈറ്റേഴ്സും പറയുന്നത് ഇല്ല, അങ്ങനെയൊന്നും തന്നെയല്ല, ഈ കുറ്റാരോപണം ഞങ്ങളെ കൊണ്ട് അംഗീകരിക്കാനേ സാധിക്കില്ല, ഞങ്ങൾ എല്ലാവർക്കും സമാനമായ സഹായമാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി, അവിടെ ഏത് ഭാഗത്താണോ കൂടുതൽ നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുള്ളത് ആ ഭാഗങ്ങളിലായിരിക്കും ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പക്ഷേ ഇത് വിശ്വസനീയമായി തോന്നുന്നുമില്ല. കാരണം പല വീടുകൾ കത്തി നശിച്ചപ്പോഴും അതിനിടയിലെ ചില വീടുകൾ മാത്രം ആ തീയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട്. രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ മുഴുവനായും രക്ഷപ്പെട്ടു എന്നല്ല, കത്തി നശിച്ച് ചാമ്പലാകാത്ത അവസ്ഥയിൽ ഇപ്പോഴും ഒരു വീടെന്ന രീതിയിൽ അവിടെയുണ്ട്. ഈ വാർത്തകളിൽ വന്ന ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് വീടുകൾ കത്തി നശിച്ചപ്പോഴും ഇടയിൽ 1-2 വീടുകൾ മാത്രം വളരെ നന്നായി കാണപ്പെടുന്നു. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കെട്ടിടം പണിത രീതിയാണ് എന്നും പറയുന്നു. പണിത രീതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീ കത്തി നശിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കാതെ, പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ വുഡ്, തടി പോലുള്ള വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ, ആ ഡിസൈൻ തന്നെ മറ്റൊരു രീതിയിലായിരുന്നു. അതുകൊണ്ട് ആ വീടുകൾക്ക് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടില്ല എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ വീടുകളിൽ ഒരു കേസ് സ്റ്റഡി നടത്തണം എന്ന് പറഞ്ഞ് ചില സംഘടനകൾ മുന്നോട്ട് വരുന്നുണ്ട്. ആ വീട്ടിൽ എന്തെല്ലാമാണ് ചെയ്തത്, ഒരു പക്ഷേ തീ പടർന്ന് പിടിക്കുകയാണെങ്കിൽ അതിനെ തടയാൻ അവർ എന്തെല്ലാം മുൻകൈ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തീ പടരണമെന്നുണ്ടെങ്കിൽ അവിടെ പേപ്പറോ പുല്ലുകളോ അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന മറ്റേതെങ്കിലും വസ്തുക്കൾ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം ശരിയായ രീതിയിൽ അവരുടെ വീടിന് ചുറ്റുമുള്ള ബോർഡർ ഏരിയയിൽ അവർ ഇതൊന്നും ഇല്ലാതെ സംരക്ഷിച്ചോ, ഇങ്ങനെയുള്ള കേസ് സ്റ്റഡികളെല്ലാം നടത്തണം. അവരുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു, അവരുടെ വീടിന് ചുറ്റും വളരെ സ്മാർട്ടായ രീതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡിവൈസസ് എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഏത് സ്ഥലത്ത് തീ പടരുന്നു അവിടെ പെട്ടെന്ന് അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവിടെയുള്ള ചില കമ്പനികൾ കേസ് സ്റ്റഡിയായി തന്നെ പഠിക്കുമെന്നും പറയുന്നു. പല കൺസ്ട്രക്ഷൻസ് കമ്പനികൾ ഇതിനൊരു കേസ് സ്റ്റഡി നടത്താൻ പോവുകയാണ്. ഇനി തീർച്ചയായും ഇത് പഠിക്കണം. പഠിച്ച് ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് മനസ്സിലാക്കിയാൽ അടുത്ത് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കൺസ്ട്രക്ഷൻസിൽ ഞങ്ങളത് പ്രാവർത്തികമാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പ്രധാനമായും ആ ഒരു കാലിഫോർണിയ, ലോസ് ഏഞ്ചലസിൽ ഇതുപോലുള്ള തീപിടുത്തങ്ങൾ വർഷാവർഷം നടക്കാറുണ്ട്. തീർച്ചയായും ഈ പറഞ്ഞ രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് പേര് നമുക്ക് രക്ഷിക്കാനും സാധിക്കും, ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. ഈ ലോസ് ഏഞ്ചലസിൽ അധിക അളവിൽ തീപിടുത്തമുണ്ടായ സ്ഥലങ്ങളിലുള്ള തീ ഇപ്പോഴും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിക്കേണ്ട അവസ്ഥയിൽ തന്നെയാണുള്ളത്. അവിടെ സംഭവിച്ച ഈ കാട്ടുതീയാണ് ചരിത്രത്തിൽ ഇന്നുവരെയും രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് നമ്പർ 1, നമ്പർ 2 കാട്ടുതീ എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടുള്ള കാട്ടുതീയിൽ വളരെ ക്രൂരമായ ഭയാനകമായ കാട്ടുതീ ഈ 2025 ലോസ് ഏഞ്ചലസിലെ മനുഷ്യർ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മണിക്കൂറുകളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നും പറയുന്നുണ്ട്. കാരണം അവിടെ കാറ്റിന്റെ വേഗത അങ്ങനെയാണ്. എന്നാൽ വെതർ റിപ്പോർട്ട് അനുസരിച്ച് നോക്കിയാൽ സാന്റ അല്ലെങ്കിൽ സാന്റ മൗണ്ടനിൽ നിന്ന് വരുന്ന കാറ്റ് ഒരല്പം മുകളിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കാറ്റിന്റെ തീവ്രത ഒരുപക്ഷെ ആ ഏരിയയിൽ കുറയാം. എന്നാൽ ഈ ഏരിയയിൽ അതിന്റെ തീവ്രത കുറയുമ്പോൾ മറ്റേതെങ്കിലും ഏരിയയെ അത് ബാധിക്കാൻ പാടില്ല. അതിനാൽ സുരക്ഷിതമായിരിക്കുക എന്നും പറയുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ ഇന്നലെ ഒരു 8 മണിക്കൂർ ലോസ് ഏഞ്ചലസിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവയ്ക്കെല്ലാം അപ്പുറം അവർ പറയുന്ന ഒരു കാര്യം, അടുത്ത വർഷം ഇതുപോലെ ഒരു കാട്ടുതീ വരാതിരിക്കാൻ ഇപ്പോൾ തന്നെ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം, പ്രവർത്തിക്കണം. ഫയർ ഫൈറ്റേഴ്സിന്റെ എണ്ണം മാത്രം വർദ്ധിപ്പിച്ചാൽ പോരാ, ഗവൺമെന്റിന്റെ ആവശ്യമില്ലാത്ത ചിലവുകൾ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആർട്ടിഫിഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരണം. ഇതൊക്കെ സാധ്യമാകുമോ എന്നറിയില്ല. പക്ഷെ ഒരു തവണ ഇതെല്ലാം സാധ്യമാക്കുകയാണെങ്കിൽ, വളരെ സക്സസ്ഫുള്ളായി അത് പ്രാവർത്തികമാക്കിയാൽ പല സ്ഥലങ്ങളിലും അത് ഉപകാരപ്രദമായി മാറും. വരാൻ പോകുന്ന വർഷങ്ങളെല്ലാം വളരെ നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ചെറിയൊരു മഴയായിരിക്കും, ചെറിയൊരു കാട്ടുതീയായിരിക്കും, ചെറിയൊരു കൊടുങ്കാറ്റായിരിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല. പെയ്താൽ അതൊരു വലിയ മഹാമാരി തന്നെ ആയിരിക്കും. ഇനി കാട്ടുതീയാണെങ്കിൽ വെറും തീപ്പൊരി മാത്രമായിരിക്കില്ല. ഇപ്പോൾ സംഭവിച്ചതുപോലുള്ള വലിയൊരു വിനാശം സംഭവിക്കുന്ന രീതിയിലുള്ള മനുഷ്യജീവനും മനുഷ്യ വസ്തുക്കളും ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള കാട്ടുതീയായിരിക്കും ഉണ്ടാവുക. ഇവയെ എല്ലാം നമ്മൾ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിയായ പദ്ധതി നമുക്കുണ്ടാകണം. ആ പദ്ധതിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ലോസ് ഏഞ്ചലസിലെ ഗവൺമെന്റ് അധികാരികൾ ചെയ്യുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഈ ലോസ് ഏഞ്ചലസിൽ എവിടെ പോയാലും
N95 മാസ്ക് വളരെ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാസ്ക് ധരിക്കാതെ പുറത്തേക്ക് വരാനേ പാടില്ല. മറ്റൊരു കാര്യം അവിടെയുള്ള എയർ ക്വാളിറ്റിയാണ്. ഈ കാട്ടുതീ കാരണം അവിടെയുള്ള ആ ഒരു ചാരം, പുക, ഇവയെല്ലാം വായുവിനെ മലിനമാക്കിയിട്ടുണ്ട്. ഈ ജനങ്ങൾ അത് ശ്വസിക്കുകയും വീണ്ടും അത് കാരണം ഒരു പ്രശ്നമുണ്ടാകാൻ പാടില്ല. അതിനാൽ പല ദിശകളിലും NGO, ഗവൺമെന്റ് എല്ലാവരും ചേർന്ന് N95 മാസ്ക് ജനങ്ങൾക്ക് സൗജന്യമായി തന്നെ നൽകുന്നുണ്ട്. ഇത് ധരിക്കാതെ ആരും പുറത്തേക്ക് വരാൻ പാടില്ല. ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ജനാല കതക് ഒന്നും തുറക്കാൻ പാടില്ല. ഈ കാട്ടുതീ കാരണം മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 25 ആയിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ജനുവരി മാസം 22-ാം തീയതിക്ക് വേണ്ടി ഗവൺമെന്റും അവിടെയുള്ള ജനങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനൊക്കെ മുൻപ് പലരും അവരുടെ വീടുകൾ സന്ദർശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുഴുവനായും കത്തി നശിച്ച അവരുടെ വീടുകളും പകുതി നശിച്ച അവസ്ഥയിൽ കിടക്കുന്ന കാറുകളും എല്ലാം കണ്ട് വളരെ വികാരാധീനരായി നിൽക്കുന്ന ജനങ്ങളുടെ കാഴ്ച സോഷ്യൽ മീഡിയയിലെല്ലാം പടരുന്നുണ്ട്. ഇതിനൊക്കെ നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനികൾക്കും ഈ ഒരു വിവരം നൽകിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പല ഇൻഷുറൻസ് കമ്പനികളും ആ നാട് വിട്ട് തന്നെ ഓടിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇവയെല്ലാം ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കും, ഞങ്ങൾ ആവശ്യമായ സഹായം ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലേക്ക് വരുമ്പോൾ കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസ് വൈൽഡ് ഫയർ ഒരു വലിയ ട്രെൻഡിങ് ഹാഷ്ടാഗായി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. കാണാം അടുത്തടുത്ത് എന്ത് സംഭവിക്കുമെന്ന്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ വിക്കിയോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.